മൈക്രോസോഫ്റ്റ് എക്സൽ ബിസിനസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിന് വേണ്ടി മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരുപാട് കാൽക്കുലേഷൻസ് ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ കഴിയും എന്നതാണ് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എഗെയിൻ മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേജ് ഈ ഒരു വാലാണ് വിസിബിൾ ആയിട്ടുണ്ടാകുക. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഇവിടെ റെഡ് മാർക്കിൽ കാണുന്ന ഏരിയ, ദാറ്റ് ഏരിയ ഈസ് നോൺ ആസ് ടൈറ്റിൽ ബാർ വിച്ച് ഡിസ്പ്ലേ ദ നെയിം ഓഫ് യുവർ ഡോക്യുമെൻറ്റ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റിൻ്റെ നെയിം ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു പോർഷൻ ടോപ്പ് പോർഷൻ എന്ന് പറയും, അതാണ് ടൈറ്റിൽ ബാർ. സോ സേവ്ഡ് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ അവിടെ സേവ്ഡ് നെയിം നിങ്ങൾക്ക് വ്യൂ ചെയ്ത് കാണാം. സോ ബൈ ഡിഫോൾട്ട് അവിടെ ബുക്ക് 1 മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് വിസിബിൾ ആകും. ദെൻ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് പൊസിഷൻ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഏരിയ ഇതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയാം. മൈക്രോസോഫ്റ്റ് എക്സൽ ബേസ് ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു ഫീച്ചർ ടൂൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ ഓപ്ഷൻ ഉണ്ട്. സോ ബൈ ഡിഫോൾട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കൺസിസ്റ്റ് ഓഫ് 3 features. First one, save, undo, redo. സോ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ടൂൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഒരുപാട് ടൂൾസ് കാണാം, ന്യൂ, ഓപ്പൺ, ഇമെയിൽ, ദെൻ സ്പെല്ലിംഗ്, ദെൻ അഡീഷണൽ കമാൻഡ്സ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അഡീഷണൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് വെക്കാം. ദെൻ അവിടെ ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോമുല, ഡാറ്റ, റിവ്യൂ, വ്യൂ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഈ ഒരു ഏരിയക്കാണ് റിബൺ എന്ന് പറയാം. സോ ഒരു റിബൺ ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഒരു റിബൺ ടാബാണ്. സോ റിബൺ ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് സബ് ലിസ്റ്റ്, അതിൻ്റെ അകത്ത് ഒരുപാട് സബ് ലിസ്റ്റ് കാണാം. ഇപ്പോൾ ഹോം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട്, കോപ്പി, ഫോണ്ട് സ്റ്റൈല്, ബോൾഡ് ഒരുപാട് ഓപ്ഷൻസ് കാണാം. സോ ഒരു റിബണും അതിൻ്റെ സബ് ലിസ്റ്റിലും വരുന്ന ഫീച്ചേഴ്സാണ് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ എൻറ്റയർ ഫീച്ചർ എന്ന് പറയാം. എഗെയിൻ മൈക്രോസോഫ്റ്റ് എക്സൽ ഓൾസോ നോൺ ആസ് വർക്ക് ബുക്ക്. മൈക്രോസോഫ്റ്റ് എക്സലിന് പറയുന്ന മറ്റൊരു പേരാണ് വർക്ക് ബുക്ക് എന്ന് പറയാം. സോ നോർമലി നമ്മുടെ കയ്യിൽ ഒരു നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് പേജസ്, പേജ് 1, പേജ് 2, പേജ് 3 ആൻഡ് സോ ഓൺ. സെയിം വേ മൈക്രോസോഫ്റ്റ് എക്സൽ ഓർ വർക്ക് ബുക്ക് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് വർക്ക് ഷീറ്റ്. ഈ ഒരു വർക്ക് ഷീറ്റാണ് താഴെ ബോട്ടം ലെവലിൽ ഷീറ്റ് 1, ഷീറ്റ് 2 നെക്സ്റ്റ് പേജാണ് ഷീറ്റ് 2, ഷീറ്റ് 3 നെക്സ്റ്റ് പേജ്, ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 അല്ലെങ്കിൽ പേജ് 1, പേജ് 2, പേജ് 3. ബൈ ഡിഫോൾട്ട് എക്സൽ പേജ് കൺസിസ്റ്റ് ഓഫ് എക്സൽ വർക്ക് ബുക്ക് കൺസിസ്റ്റ് ഓഫ് 3 പേജസ്, ഷീറ്റ് 1, ഷീറ്റ് 2 ആൻഡ് ഷീറ്റ് 3. അഗെയിൻ ഇവിടെ അഡീഷണൽ ഷീറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഐക്കൺ കാണാം, ജസ്റ്റ് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുക. സോ യു ക്യാൻ ഇൻസേർട്ട് എ ന്യൂ ഷീറ്റ് ഓർ ന്യൂ പേജ്. അവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഷീറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ 1 by 1 ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം. ദെൻ ഈ ഒരു ഷീറ്റിന് ഇനിയാണ് വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സ്പ്രെഡ് ഷീറ്റ് എന്ന് പറയാം. വർക്ക് ഷീറ്റ് ഓർ സ്പ്രെഡ് ഷീറ്റ്. ദെൻ ഇതൊരു സ്പ്രെഡ് ഷീറ്റാണ്, ക്ലിയർ. ദെൻ ഈ ഒരു വർക്ക് ഷീറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രെഡ് ഷീറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. ഒരുപാട് കോളംസ് കാണാം, ഒരുപാട് റോസ് കാണാം. ദെൻ കോളം ലെറ്റേഴ്സ് വെച്ച് ആൽഫബറ്റ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് കാണാം, എ, ബി, സി, ഡി എക്സെട്രാ സെഡ് കഴിഞ്ഞാൽ എഗെയിൻ എ ആൻഡ് സോൺ. ആ ഒരു വാല്യൂ കോളം ലെറ്റർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ട് കാണാം. ദെൻ റോസ് നമ്പേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്ത് കാണാം, റോ 1, സെക്കൻഡ് റോ, തേർഡ് റോ എക്സെട്രാ. സോ എക്സൽ പേജിൽ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഉണ്ടാകും. ദെൻ ഈ ഒരു ഏരിയ ഞാൻ സെലക്ട് ചെയ്യാണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ലെറ്റർ സി, റോ നമ്പർ 3. സോ ഈ ഒരു ഏരിയക്കാണ് സെൽ എന്ന് പറയാം, ഇൻ്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളം. ഓക്കെ, റോ ആൻഡ് കോളം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോർഷൻ അതാണ് സെൽ എന്ന് പറയാം. സോ ഇതൊരു സെൽ ആണ്. ഓക്കെ, സോ എക്സൽ ഷീറ്റിൻ്റെ അകത്തുള്ള എല്ലാ ഓപ്പറേഷനും പെർഫോം ചെയ്യുക ഒരു സെല്ലിൻ്റെ അകത്താണ്. സോ ഡാറ്റ എൻട്രി ചെയ്യണമെങ്കിൽ, നമ്പേഴ്സ് ടൈപ്പ് ചെയ്യണമെങ്കിൽ, ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് ഒരു സെല്ലിൻ്റെ അകത്താണ്. ദെൻ ഹൗ ടു ഐഡൻറ്റിഫൈ എ സെൽ. ഇവിടെ ഒരുപാട് സെല്ലുണ്ട്. സോ ഓരോ സെല്ലിനെയും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? ബൈ യൂസിങ് ദെയർ സെൽ അഡ്രസ്. സെൽ അഡ്രസ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ സെല്ലിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ
ഇപ്പോൾ ഈ ഒരു സെല്ല് ചെക്ക് ചെയ്യാം. കോളം ലെറ്റർ സി, റോ നമ്പർ 3. സോ ഈ ഒരു സെല്ല് C3 ആണ്. സോ C3 ബേസ് ചെയ്തുകൊണ്ട് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ C3 റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ഡാറ്റയാണ്. ഞാനിവിടെ ഒരു നമ്പർ ഇൻസേർട്ട് ചെയ്യുകയാണ് 56. സോ 56 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ് D4 ആണ്. സോ D4 ബേസ് ചെയ്തുകൊണ്ട് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് റെപ്രസെൻറ്റ്സ് 56. എഗെയിൻ ഞാനൊരു ഡാറ്റ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഈ ഒരു സെല്ലിൻ്റെ അകത്ത് E5 സെലക്ട് ചെയ്ത സെല്ല് E5 ആണ്. ഞാനവിടെ ഒരു ഡാറ്റ ടൈപ്പ് ചെയ്യുകയാണ്, ഗുഡ് മോർണിംഗ്. സോ അവിടെ എൻ്റർ ചെയ്ത ഡാറ്റ അഡ്രസ്സ് E5 ആണ്, സെൽ അഡ്രസ്സ്. ഡാറ്റ ലെങ്തി ആയതുകൊണ്ട് അവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കാണും. സോ ഡാറ്റ ഒരു സെല്ലിൻ്റെ അകത്ത് തന്നെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോളത്തിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാം. സെയിം വേ വി ക്യാൻ ചേഞ്ച് ദ സൈസ് ഓഫ് യുവർ റോ. സോ കോളം സൈസാണ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കോളം സെലക്ട് ചെയ്യുക, മൗസ് ഇവിടെ പ്ലേസ് ചെയ്യുക, ദെൻ ഡ്രാഗ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡാറ്റ, ആ ഒരു ടെക്സ്റ്റിനെ ആ ഒരു സെല്ലിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, സെയിം വേ റോ സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ റോ സെലക്ട് ചെയ്യുക, മൗസ് അവിടെ പ്ലേസ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, അവിടെ സൈസ് ചേഞ്ച് ചെയ്യുക. ദെൻ മേ ബി ചിലപ്പോൾ ഡാറ്റ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സെല്ലിൻ്റെ അകത്ത് തന്നെ സെല്ലിൻ്റെ താഴെ ബോട്ടം ലെവലിൽ ദെൻ നെക്സ്റ്റ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട കേസ് വരും. ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഇതൊരു ടെക്സ്റ്റാണ്, ഇതൊരു ഡാറ്റയാണ്. ഈ ഒരു ഡാറ്റയുടെ ബോട്ടം ലെവൽ സെയിം സെല്ലിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യണം. സോ നോർമലി മൗസ് ഇവിടെ പ്ലേസ് ചെയ്യുക. മൈക്രോസോഫ്റ്റ് വേർഡ് ആണെങ്കിൽ ന്യൂ ലൈൻ ഇൻസേർട്ട് ചെയ്യാൻ എൻ്റർ കീ പ്രസ് ചെയ്യും. സോ ഇവിടെ എക്സലിൻ്റെ അകത്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് സെല്ലിൻ്റെ അകത്താണ് കൾസർ ജമ്പ് ചെയ്യുക. സോ സെയിം സെല്ലിൻ്റെ അകത്ത് തന്നെ നെക്സ്റ്റ് ലൈൻ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ആൾട്ട് എൻ്റർ കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. ആൾട്ട് എൻ്റർ കീ, ദെൻ നിങ്ങളുടെ ഡാറ്റ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, സെൽ അഡ്രസ്സ് E5. സോ സെയിം സെല്ലിൻ്റെ അകത്ത് നമ്പർ ഓഫ് ലൈൻസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ആൾട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. നെക്സ്റ്റ് അവിടെ വരുന്ന ഫീച്ചറാണ് മേർജ് ആൻഡ് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ. സോ നിങ്ങൾക്ക് നമ്പർ ഓഫ് സെൽസ് മേർജ് ചെയ്ത് ഒരു സിംഗിൾ സെല്ലായി റീഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേർജ് സെൽ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുക. ഇപ്പോൾ ഗുഡ് മോർണിംഗ്, നെക്സ്റ്റ് സെല്ല് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒറ്റൊരു സെല്ലായിട്ട് ഡിഫൈൻ ചെയ്യണം. സോ ഈ ഒരു സെൽ 1, സെൽ 2, സെൽ 3, സെൽ 4 ഈ 3 സെല്ലിനെ ഞാൻ മേർജ് ചെയ്ത് ഒരു സിംഗിൾ സെല്ലായിട്ട് റീഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. സോ സെലക്ട് ദ കറസ്പോണ്ടിങ് സെൽസ്, ദെൻ ഹിറ്റ് മേർജ് ഓപ്ഷൻ. സോ 3 സെല്ലും മേർജ് ചെയ്ത് ഒരു സിംഗിൾ സെല്ലായി. അതിനകത്തുള്ള ഡാറ്റയാണ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത്. സോ സെൽസ് മേർജ് ചെയ്യാൻ നിങ്ങൾക്ക് മേർജ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് അതുപോലെ യൂസ് ചെയ്യുന്നൊരു ഫീച്ചറാണ് മൈക്രോസോഫ്റ്റ് എക്സൽ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫീച്ചറാണ് ഓട്ടോ ഫിൽ ഫീച്ചർ. അതായത് കോമൺ സീരീസിൽ വരുന്ന വാല്യൂസ് ഫിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഓട്ടോ ഫിൽ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ, കോമൺ സീരീസിലുള്ള ഡാറ്റ ഞാൻ ഡിഫൈൻ ചെയ്യാണ്, നമ്പേഴ്സ് ഡിഫൈൻ ചെയ്യാണ് 1, ദെൻ നെക്സ്റ്റ് 2, ദെൻ എക്സ് ആൻഡ് സോ ഓൺ. നമുക്ക് 1, 2, 3 ഒരു 100 നമ്പേഴ്സ് 1 by 1 ആയിട്ട് ടൈപ്പ് ചെയ്യണം. സോ മൈക്രോസോഫ്റ്റ് വേർഡൊക്കെ ആണെങ്കിൽ 1 by 1 ആയിട്ട് ടൈപ്പ് ചെയ്യും, 1, 2, നെക്സ്റ്റ് 3, 4 ആൻഡ് സോ ഓൺ. But at the same time Microsoft Excel provide an autofill feature which helps to fill out all these numbers automatically. So അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് സെൽസ് 1, സെൽ 1, സെൽ 2 രണ്ട് സെല്ലും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം മൗസിൻ്റെ കൾസർ ഇവിടെ പ്ലേസ് ചെയ്യാം, ദെൻ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. സോ ഏതുവരെയാണോ നിങ്ങൾക്ക് ഡാറ്റ വേണ്ടത് അതുവരെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്പേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആൻഡ് സോ ഓൺ. ഈ ഒരു ഫീച്ചറാണ് ഓട്ടോ ഫിൽ എന്ന് പറയാം. ഓക്കെ, സെയിം വേ ഇപ്പോൾ മന്ത് റെപ്രസെൻ്റ് ചെയ്യാണ് ജനുവരി, ഫെബ്രുവരി ആൻഡ് സോ ഓൺ. സോ മന്ത് ജനുവരി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇവിടെ മൗസ് പ്ലേസ് ചെയ്യാം, ദെൻ ഡ്രാഗ് ചെയ്യുക. സോ ഏതുവരെയാണോ നിങ്ങൾ ഡ്രാഗ് ചെയ്യുന്നത് അതുവരെ ഓട്ടോമാറ്റിക്കായിട്ട് മന്ത് ഫിൽ ചെയ്യും, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആൻഡ് സോ ഓൺ. ഈ ഒരു ഫീച്ചറാണ് ഓട്ടോ ഫിൽ ഫീച്ചർ എന്ന് പറയാം. സോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് വളരെ ഈസിയായി ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചറാണ് ഓട്ടോ ഫിൽ. എക്സൽ പ്രൊവൈഡ് ചെയ്യുന്ന
ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഏതൊക്കെയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് അഡീഷൻ ഓപ്പറേഷൻ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് പെർഫോം ചെയ്യാം. ഇപ്പോൾ ഞാൻ രണ്ട് ഡാറ്റ എൻട്രിയാണ് 45 സെൽ 10, ദ നെക്സ്റ്റ് 56 സെൽ അഡ്രസ്സ് D10. നിങ്ങൾക്ക് ഡാറ്റ വേണമെങ്കിൽ സെൻറ്ററിലേക്ക് അലൈൻമെൻറ്റ് ചെയ്യണമെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യാം, ദെൻ അലൈൻമെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ സെൻറ്ററിലേക്ക് അലൈൻമെൻറ്റ് ചെയ്യും. ഓക്കെ, സെലക്ട് ചെയ്യാം, സെൻറ്ററിലേക്ക് അലൈൻ കൊടുക്കാം. ഇത് രണ്ട് ഡാറ്റയും അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് F10 അഡ്രസ്സ് സെല്ലിൻ്റെ അകത്ത് റിസൾട്ട് സ്റ്റോർ ചെയ്യണം. സോ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? സോ എപ്പോഴും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു, ഓക്കെ, സോ ഈക്വൽ ടു വി ആർ ഗോയിങ് ടു പെർഫോം എൻ ഓപ്പറേഷൻ എന്ന് എക്സൽ ഷീറ്റിനോട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യുക. ഈക്വൽ ടു ദെൻ C10 D10 രണ്ട് സെൽ അഡ്രസ്സിൻ്റെ വാല്യൂസ് ആണ് ഡയറക്റ്റ് നിങ്ങൾക്ക് അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സെൽ അഡ്രസ്സ് മെൻഷൻ ചെയ്യുക, അഡീഷൻ ഓപ്പറേഷൻ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക, ദെൻ നെക്സ്റ്റ് സെൽ അഡ്രസ്സ് മെൻഷൻ ചെയ്യുക, ദെൻ ആഫ്റ്റർ ദാറ്റ് ഹിറ്റ് എൻ്റർ കീ. സോ സം അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഒന്നുകിൽ ഡയറക്റ്റ് ഈ ഒരു വാല്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഈക്വൽ ടു സെൽ അഡ്രസ്സ് മെൻഷൻ ചെയ്യുന്നതിന് പകരം നിങ്ങൾ സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സെൽ അഡ്രസ്സ് വരും. ദെൻ സെക്കൻഡ് വൺ എൻ്റർ. അഡീഷൻ ഓപ്പറേഷൻസ് ഈ ഒരു വാല്യൂ പെർഫോം ചെയ്യാം. അഡീഷൻ, ദെൻ സെക്കൻഡ് ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ. സോ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ സെയിം വേ ഈക്വൽ ടു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോവാണ്. ഏതൊക്കെ സെല്ലാണ്? ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക, സബ്ട്രാക്ഷൻ മൈനസ് ഓപ്പറേറ്റർ, സെക്കൻഡ് സെൽ, എൻ്റർ കീ പ്രസ് ചെയ്യുക. സോ 45 മൈനസ് 56 വിച്ച് ഈസ് ഈക്വൽ ടു -11 സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ. ഓക്കെ, സെയിം വേ കോമൺ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ് മൾട്ടിപ്ലിക്കേഷൻ. സോ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. സോ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ആസ്ട്രിക് എന്ന് പറയാം. സോ ഫസ്റ്റ് സെൽ ഈക്വൽ ടു ഫസ്റ്റ് സെൽ ഇൻറ്റു റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്ട്രിക് ആണ് സിമ്പിൾ യൂസ് ചെയ്യുക. ആസ്ട്രിക് സെക്കൻഡ് സെൽ, എൻ്റർ കീ പ്രസ് ചെയ്യുക. സോ 45 × 56 വിച്ച് ഈസ് ഈക്വൽ ടു 2520. അവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, സെയിം വേ ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഡിവിഷൻ ഓപ്പറേഷൻ എവിടെയാണോ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത് സെല്ല് സെലക്ട് ചെയ്യുക, ഈക്വൽ ടു ഓപ്പറേഷൻ ഏതൊക്കെയാണോ പെർഫോം ചെയ്യേണ്ടത്. സോ ഈ ഒരു സെല്ലാണെങ്കിൽ ദിസ് വൺ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഏത് സെൽ അഡ്രസ്സിലുള്ള വാല്യൂ ആണോ സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. സോ 101 ഡിവൈഡ് ബൈ 56 ഈസ് ഈക്വൽ ടു 1.80 സംതിങ്. സോ ഈ ഒരു വാലാണ് കോമൺ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ഓക്കെ, ഇതുകൂടാതെ അഡീഷണൽ ആയിട്ട് പെർഫോം ചെയ്യാൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് ഫങ്ഷൻ ആണ് സം ഫങ്ഷൻ. ഓക്കെ, സം ഫങ്ഷൻ. സോ പ്രീ ഡിഫൈൻഡ് ആണ്. സോ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫങ്ഷൻ നെയിം റെപ്രസെൻ്റ് ചെയ്യുക, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് മെൻഷൻ ചെയ്യുക. ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്താണ് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുക. സോ നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് സം ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. സോ ഫസ്റ്റ് ഈക്വൽ ടു, എല്ലാ ഓപ്പറേഷൻ മെൻഷൻ ചെയ്യുമ്പോഴും ഫസ്റ്റ് ഈക്വൽ ടു മെൻഷൻ ചെയ്യണം. ഈക്വൽ ടു സം ഓഫ്, ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ സം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ഫംഗ്ഷൻ കാണും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഏതൊക്കെ വാല്യൂസിൻ്റെ സമ്മാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്? ഒന്നുകിൽ ഡയറക്റ്റ് വാല്യൂസ്, ഒരു മെത്തേഡ് ഡയറക്റ്റ് വാല്യൂസ് നിങ്ങൾക്ക് അവിടെ പാസ് ചെയ്യാം. ഓക്കെ, കോമ ഓപ്പറേറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം, ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക, അതിൻ്റെ സം അവിടെ ഡിസ്പ്ലേ. സെക്കൻഡ് മെത്തേഡ് ഈക്വൽ ടു സം ഓഫ് ഏതൊക്കെ സെല്ലാണ്? ഈ രണ്ട് സെല്ലാണെങ്കിൽ ഫസ്റ്റ് സെൽ കോമ സെക്കൻഡ് സെൽ, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക, സം അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ദെൻ സം ഓഫ് അവിടെയുള്ള ബെനിഫിറ്റ്, ഇപ്പോൾ ഞാനിവിടെ ഒരു ഡാറ്റ എൻട്രി ആണ് 35. ദെൻ സം ഓഫ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ് ഈക്വൽ ടു സം ഓഫ്, ദെൻ ഇവിടെ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ സീരീസിലുള്ള വാല്യൂസാണ് C10, ദെൻ D10, E10, F10, 45, 56, 35, 101 ഒരേ ഓർഡറിൽ വരുന്ന കോൺസിക്യൂട്ടീവ് ലൊക്കേഷനിൽ വരുന്ന വാല്യൂസാണ് സം ചെയ്യാൻ പോകുന്നത്. സോ അവിടെ
കോമ വെച്ച് സെപ്പറേറ്റ്, ഒന്നുകിൽ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം, അതിനേക്കാളും ഈസി ആയിട്ട് നിങ്ങൾക്ക് കോളൻ വെച്ച് ഫസ്റ്റ് സെൽ അഡ്രസ്സും ലാസ്റ്റ് സെൽ അഡ്രസ്സും മെൻഷൻ ചെയ്യാം. ലാസ്റ്റ് സെൽ അഡ്രസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. സോ അവിടെ ഓട്ടോമാറ്റിക്കായിട്ടും കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻ ഫ്രം C10 ടു F10 കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻസിലുള്ള വാല്യൂസിൻ്റെ സമ്മ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. നെക്സ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് ഏവറേജ് ഫങ്ഷൻ. ഏവറേജ് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, ലിസ്റ്റ് ഓഫ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓഫ് വാല്യൂസിൽ ഏവറേജ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫങ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക? ഈക്വൽ ടു ഏവറേജ് ഓഫ് ദെൻ ഏതൊക്കെ ഡാറ്റയാണോ വേണ്ടത്, ഒന്നുകിൽ നമ്പർ ഓഫ് വാല്യൂസ് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻ ആണെങ്കിൽ ഫസ്റ്റ് സെല്ല് കോളൻ സെക്കൻഡ് സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും. ക്ലോസ് ചെയ്യുക, എൻ്റർ കീ. സോ 25, 35, 65, 78 ആവറേജ് വാല്യൂ ഈക്വൽ ടു 50.5 എന്ന് കിട്ടും. ആവറേജ് സെയിം നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂസ്, ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്. സോ ലിസ്റ്റ് ഓഫ് ഐറ്റം തന്നിട്ട് ചോദിക്കാനും ഫൈൻഡ് ഔട്ട് ദ മാക്സിമം വാല്യൂ ഫ്രം ദ ഗിവൺ ലിസ്റ്റ്. നിങ്ങളുടെ കയ്യിലുള്ള ലിസ്റ്റിൻ്റെ അകത്ത് മാക്സിമം വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നോർമൽ മെത്തേഡ് ഓരോ സെല്ലും 1 by 1 ആയിട്ട് ചെക്ക് ചെയ്തിട്ട് സ്മോളസ്റ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ അതിന് പകരം നിങ്ങൾക്ക് മാക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്യാം. സോ എങ്ങനെയാണ് മാക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്യാം? ഈക്വൽ ടു മാക്സ് ഓഫ് ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻ ആണെങ്കിൽ ഫസ്റ്റ് സെല്ല് കോളൻ ലാസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ സെല്ലും കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. ദെൻ മാക്സിമം വാല്യൂ 25, 34, 65, 78 മാക്സിമം വാല്യൂ 78 ആണ്. സെയിം വേ മിനിമം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് മിൻ എന്ന് പറയാം. മിനിമം ഓഫ് ഈ ഒരു സെയിം ഫോർമാറ്റിൽ സെല്ല് സെലക്ട് ചെയ്യുക, ഫസ്റ്റ് സെൽ കോളൻ സെക്കൻഡ് സെൽ, അല്ലെങ്കിൽ ലാസ്റ്റ് സെല്ലാണെങ്കിൽ ലാസ്റ്റ് സെൽ, എൻ്റർ. മിനിമം വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് കാണാം. ഇതുവരെ ഡിഫൈൻ ചെയ്ത ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാം. ഒരു മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്, ഒരു സ്കൂളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഹെഡിങ് മാർക്ക് ചെയ്യാം, മാർക്ക് ലിസ്റ്റ് ബാച്ച് 2001. ദെൻ മാർക്ക് ലിസ്റ്റ് സെൽ അഡ്രസ് C6 ആണ്. സോ ലെങ്ത് കൂടുതലാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് സെൽസ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ മേജ് ചെയ്യാം. സെല്ല് സെലക്ട് ചെയ്യാം, ദെൻ മേജ് ചെയ്ത് കഴിഞ്ഞാൽ മേജ് സെൻറ്റർ, മേജ് ആൻഡ് സെൻറ്റർ എല്ലാ സെൽസും മേജ് ചെയ്ത് ഒരു സിംഗിൾ സെല്ലായി റീഡിഫൈൻ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം, ദെൻ അഗെയിൻ ഫോണ്ട് സൈസ്, ദെൻ ബോൾഡ് ഓപ്ഷൻ കൊടുക്കാം, കളേഴ്സ് ചേഞ്ച് ചെയ്യാം, ഒരുപാട് ഓപ്ഷൻസ് അവിടെ പെർഫോം ചെയ്യാം. ദെൻ നെക്സ്റ്റ് അടുത്ത ഡാറ്റ സീരിയൽ നമ്പർ, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, മാർക്ക് 1 സബ്ജക്റ്റ് 1 കിട്ടിയ മാർക്ക്, മാർക്ക് 2, ദെൻ അഗെയിൻ മാർക്ക് 3, ദെൻ ലാസ്റ്റ് ടോട്ടൽ മാർക്ക്. ഇത്രയും സെൽസ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടെ മേജ് ചെയ്യാം. ടോപ്പ് പോർഷൻ മേജ് ചെയ്ത് ഒരു കറസ്പോണ്ടിങ് സിംഗിൾ സെല്ലായിട്ട് ഡിഫൈൻ ചെയ്യാം. മാർക്ക് 1 ഓക്കെ, ടോട്ടൽ. ദെൻ സീരിയൽ നമ്പർ, എത്ര സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ 50 സ്റ്റുഡൻസ് ഒരു ക്ലാസ് റൂമിലുണ്ടെങ്കിൽ 1, 2, 3 അപ് ടു 50 വരെയുള്ള സീരിയൽ നമ്പർ നിങ്ങൾ 1 by 1 ആയിട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു ഓപ്ഷനാ കുറച്ചുകൂടി ഈസി ആയിട്ട് റീഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റ് എക്സൽ ഓട്ടോഫിൽ എന്ന് പറയുന്ന ഫീച്ചർ പെർഫോം ചെയ്യുന്നത്. സോ 2 സെല്ല് സെലക്ട് ചെയ്യുക, മൗസ് പ്ലേസ് ചെയ്യുക, നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, സെൻ അഗെയിൻ ഒരു സെല്ലിൻ്റെ അകത്തുള്ള എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം അലൈൻമെൻറ്റ് സെൻറ്റർ, ദെൻ നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻറ്റിൻ്റെ നെയിം 1 by 1 ആയിട്ട് എൻ്റർ ചെയ്യുക. ദെൻ മാർക്സ്, സ്റ്റുഡൻറ്റിന് ഓരോ സബ്ജക്റ്റിൽ കിട്ടിയ മാർക്സ് എൻ്റർ ചെയ്യുക.
മാർക്ക് 2 നെക്സ്റ്റ് അടുത്ത സബ്ജക്റ്റിൽ കിട്ടിയ മാർക്സ് അവിടെ മെൻഷൻ ചെയ്യുക. മാർക്ക് 3 തേർഡ് സബ്ജക്റ്റിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, ദെൻ ടോട്ടൽ മാർക്കാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. AB എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് 3 സബ്ജക്റ്റിൽ മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 3 സബ്ജക്റ്റിൽ കിട്ടിയ മാർക്സിൻ്റെ ടോട്ടൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നിങ്ങൾക്ക് ഒന്നുകിൽ ഡയറക്റ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ പ്ലസ് യൂസ് ചെയ്തിട്ട് സം കാൽക്കുലേറ്റ് ചെയ്യാം, ഓർ അതർവൈസ് യു ക്യാൻ യൂസ് സം ഫങ്ഷൻ ആൻഡ് പെർഫോം ദ സെയിം ഓപ്പറേഷൻ. സോ ഈക്വൽ ടു ഏതൊക്കെ സെല്ലിലുള്ള വാല്യൂസ് ആണോ ആഡ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക, 1 by 1 ആയിട്ട് ആഡ് ചെയ്യാം. ദിസ് 1 പ്ലസ് ദെൻ നെക്സ്റ്റ് സെല്ല് ഡിഫൈൻ ചെയ്യുക പ്ലസ് തേർഡ് സെൽ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഹിറ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുക. സോ AB എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് 3 സബ്ജക്റ്റിൽ കിട്ടിയ മാർക്സിൻ്റെ സമ്മ് 112 ആണ്. ദെൻ ബാക്കിയുള്ള സ്റ്റുഡൻസിനും സെയിം ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചെയ്ത ഓപ്പറേഷൻ E8 പ്ലസ് F8 പ്ലസ് G8 ആണ്. ദെൻ കോൺസിക്യൂട്ടീവ് ആണ് അടുത്തത് E9 പ്ലസ് F9 പ്ലസ് G9. ദെൻ അഗെയിൻ കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻ ആണ് E10 പ്ലസ് F10 പ്ലസ് G10. സോ ഓരോ സെല്ലിലും സെയിം ഓപ്പറേഷൻ റിപ്പീറ്റ് ചെയ്തതിന് പകരം നേരത്തെ ഡിഫൈൻ ചെയ്ത ഓട്ടോ ഫിൽ നിങ്ങൾക്ക് ഇവിടെയും യൂസ് ചെയ്യാം. സോ സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള എല്ലാ സെൽസിൻ്റെയും ഓപ്പറേഷൻ റിസൾട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓപ്പറേഷൻ കാണാം E9 പ്ലസ് F9 പ്ലസ് G9. അഗെയിൻ ഓരോ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാലും ആ ഓപ്പറേഷൻ ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാം. ഈ ഒരു ഏരിയ ആണ് ഫോർമുല ബാർ എന്ന് പറയാം. ഓക്കെ, അവിടെ എല്ലാ ഫങ്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻസും ഒന്നുകൂടെ ഡിഫൈൻ ചെയ്തിട്ട് കാണാം. ഓക്കെ, ഈ ഒരു വാല്യൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. സോ ഒരുപാട് ഓപ്പറേഷൻസ് നമ്മൾ മാനുവലായിട്ട് ചെയ്യുക അല്ലെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുക എന്നതിലുപരി ഒരിക്കൽ ഡാറ്റ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഓട്ടോഫിൽ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി എല്ലാ വാല്യൂസും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡിഫൈ ചെയ്ത് ഇതിനൊക്കെ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാം. ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഒരു മെത്തേഡ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത് ബോർഡർ ഈ ഒരു വാല്യൂ ഒക്കെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. സോ ഇത് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്, ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. സോ ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സെക്ഷൻ്റെ അകത്ത് ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്കൊന്നുകൂടെ ഡിഫൈൻ ചെയ്യാം. താങ്ക് യു.